ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സാംസങ് S23 എടുക്കണോ സാംസങ് S24 എടുക്കണോ? കുറേ പേർക്കുള്ള സംശയമാണ്. ഇപ്പോൾ പോരാ തന്നെ നമ്മുടെ S24 പ്രൈസും കുറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 56-57 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കുറേ പേർക്ക് ഇതിക്ക് ഇഷ്ടം പോലെ കംപ്ലൈൻറ്റ് കംപ്ലൈൻറ്റ് ഇല്ല, കൊറീസ് നമുക്ക് ഇഷ്ടം പോലെ സാധനം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് S23 256 GB, വൈഫൈ ഉപയോഗിക്കുന്ന S23 ആയിരുന്നു. അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇപ്പോൾ S24ലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ഡിഫറൻസും സംഭവമൊന്നുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ ഒക്കെ ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഇതിൻ്റെ എന്താ പറയുക, സ്ക്രീനിലും അതുപോലെ തന്നെ പ്രൊസസ്സറിൽ ക്യാമറ സെൻസറൊക്കെ സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയാറില്ല എപ്പോഴും S23 തന്നെ ബസ് എന്ന് പറയാറ്. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ Exynos 2400 ആണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഇതുവരെ ഒരു പ്രശ്നവും സംഭവമൊന്നും ത്രോട്ട്ലിങ്ങോ സംഭവമൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു കമ്പാരിസൺ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ വലിയ ഡിഫറൻസോ സംഭവമൊന്നുമില്ല. ഓൾമോസ്റ്റ് നമുക്ക് ഒരു 10,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു വെർഡിക്റ്റ് ഇത് ലാസ്റ്റായിട്ട് പറയാം. ഇതിന് S24 എന്താ വെച്ചാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് S24 എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് 7 കൊല്ലം അപ്ഡേറ്റ് നമുക്ക് കിട്ടൂട്ടാ. ഇതിനാകുമ്പോൾ നമുക്ക് 4 കൊല്ലം കിട്ടുള്ളൂ. S23 ആകുമ്പോൾ നമുക്ക് 4 കൊല്ലം കിട്ടുള്ളൂ. അതാണ് വൺ ഓഫ് ദി മെയിൻ ഡിഫറൻസ്. തിക്നെസ്സും 7.6 mm തന്നെയാണ്. അതിന് ഡിഫറൻസ് സംഭവമൊന്നുമില്ല. ഇതിൻ്റെ ഫ്രെയിം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രെയിം മറ്റേൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കർവ് മാറ്റിയിട്ട് സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മാറ്റ് ഫിനിഷ് അല്ല, S23 മാറ്റ് ഫിനിഷ് അല്ല. അത് പക്ഷേ കേസ് ഇട്ടൊന്നും അറിയില്ല. പിന്നെ നമുക്ക് വിക്ടസ് തന്നെയാണ്. രണ്ട് സൈഡിലും നമുക്ക് വിക്ടസ് പ്രൊഡക്ഷൻ തന്നെയാണ് വരുന്നത്. അതിന് ചേഞ്ചസ് സംഭവമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് LTPO സർട്ടിഫൈഡ് ആണ്, അല്ലെങ്കിൽ LTPO ഡിസ്പ്ലേ ആണ് അതിൽ വരുന്നത്. ഇതിൻ്റെ നോർമൽ ഡിസ്പ്ലേ ആണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വെയിറ്റ് ഓൾമോസ്റ്റും സെയിം തന്നെയാണ്. 168, 167 സെയിം തന്നെയാണ്. പിന്നെ ഒരെണ്ണം ഇതിൽ നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് eSIM സപ്പോർട്ട് വരുന്നുണ്ട്. IP68 തന്നെയാണ്, സെയിം തന്നെയാണ്. നമുക്ക് S23 ആർമർ അലൂമിനിയം ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് S24 ആർമർ അലൂമിനിയം 2 ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ ഫ്രെയിമാണ്. അത് വലിയ ഡിഫറൻസ് ഒന്നും വരില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈനാമിക് അമോലെഡ്. പിന്നെ ഡിസ്പ്ലേയിൽ ഡിഫറൻസ് വന്നേക്കുന്നത് അതിൻ്റെ ബ്രൈറ്റ്നസ്സിലാണ്. നമുക്കിതിൽ 1750 ആയിരുന്നു S23. ഇതിൽ നമുക്ക് 2700 വരുന്നുണ്ട്. പക്ഷെ അത് കണ്ടാലൊന്നും മനസ്സിലൊന്നും ആവില്ല കേട്ടോ. അത് വിചാരിച്ചാൽ നിങ്ങൾ എടുക്കാനൊന്നും പോകണ്ട. ആ ചെറിയ ഡിഫറൻസിനാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ 10,000 രൂപ ഡിഫറൻസ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് S23 6.1 ആയിരുന്നു, മറ്റേ 6.2 ആണ്. അത് മാത്രമല്ല നമുക്കതിൽ ചെറുതായിട്ട് ബസൽസും കുറഞ്ഞിട്ടുണ്ട്. 90% സ്ക്രീൻ റേഷ്യോ വരുന്നുണ്ട്. ഇതിലാകുമ്പോൾ ഒരു 88% നമുക്ക് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. Gorilla Swift 2 തന്നെ ബ്ലാക്കിലും വരുന്നത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് Qualcommൻ്റെ Snapdragon Gen 2 ആണ് വരുന്നത് S23. അതിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക Exynosൻ്റെ പ്രൊസസ്സറാണ് വരുന്നത്. പിന്നെ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഉള്ളത് നമുക്ക് 256 GB ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ S23 അല്ല S24. ഇതിലാകുമ്പോൾ നമുക്ക് 128 GB ആയിട്ട് വരുന്നത്. ക്യാമറ സെൻസർ സെയിം തന്നെയാണ് കേട്ടോ. 50 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറും 10 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും അതുപോലെ തന്നെ 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് സെൻസറാണ് വരുന്നത്. LED ഫ്ലാഷും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് 8K വീഡിയോ വരെ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സെൽഫി ക്യാമറയും സെയിം തന്നെയാണ്. നമ്മുടെ 12 മെഗാപിക്സൽ തന്നെയാണ് കേട്ടോ. ഡുവൽ വീഡിയോ, അതുപോലെ തന്നെ ഓട്ടോ HDR ഉണ്ട്, HDR10+ സപ്പോർട്ട് ഉണ്ട്, PDAF ആണ്. ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം സിമിലർ തന്നെയാണ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ സൗണ്ടിലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. 2.1/AKG തന്നെയാണ് കേട്ടോ. വൈഫൈ അഡാപ്റ്ററും നമ്മളൊക്കെ സംഭവം ഒക്കെ സെയിം തന്നെയാണ്. ബ്ലൂടൂത്ത് 5.3 ആണ് വരുന്നത്. അതും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് NFC സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് USB Type C വരുന്നത് 3.2 ആണ്. OTG സപ്പോർട്ടായിട്ട് വരുന്നത് അതിലും 3.2 ആണ്. പക്ഷെ അതിൽ നമുക്ക് ഡിസ്പ്ലേ OTG സപ്പോർട്ടും വരുന്നുണ്ട് കേട്ടോ. ഡിസ്പ്ലേ പോർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഫിംഗർ പ്രിൻ്റ് അൾട്രാസോണിക് തന്നെയാണ് രണ്ടിലും. എല്ലാ സപ്പോർട്ടും വരുന്നുണ്ട്. സാംസങ് ഡക്സ് അങ്ങനെ എല്ലാ സംഭവം വരുന്നുണ്ട്. ബാറ്ററി ഇതിൽ 3900 ആണ്. S24 4000 ആണ്. ഒരു 100 mAh കൂടിയിട്ടുണ്ട്. പക്ഷെ വലിയ ഡിഫറൻസ് ഒന്നും ബാറ്ററിയിൽ ഇല്ല കേട്ടോ. അത് വിചാരിച്ചത് വാങ്ങിയാൽ നിൽക്കണ്ട. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് രണ്ടെണ്ണത്തിലും വരുന്നുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിങ് ആയിട്ട് 4.5 വാട്ടും വരുന്നുണ്ട് കേട്ടോ. പിന്നെ മാക്സിമം വയർഡ് ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് വരുന്നത് 25 വാട്ട് തന്നെയാണ്. അത് സെയിം തന്നെയാണ്. PD3 ആണ് വരുന്നത്. പിന്നെ കളർ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സാർ വാല്യൂ നോക്കുമ്പോഴാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. നമുക്ക് S23 സാർ വാല്യൂ ചെറുതായിട്ട് കുറവ് കിട്ടുക. അത് നോക്കാൻ നിങ്ങൾ മറക്കണ്ട. ഇത്രയേ ഉള്ളൂ. ആൻറ്റുറ്റു പെർഫോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഗീക്ക് ബെഞ്ച് സ്കോർ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് S23 ഒരു 5000 റേഞ്ച് വരും, മറ്റേ ഒരു 5800 റേഞ്ച് വരും. 3D മാർക്ക് നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ തന്നെ. എല്ലാം ഓൾമോസ്റ്റ് അടുത്തടുത്തടുത്ത് അങ്ങനത്തെ ഒരു സംഭവമാണ്. ഒരു 5% മാക്സിമം ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊന്നുമില്ല. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ S24 അത്യാവശ്യം പ്രൈസ് കൂടുതലാണ്. ഇപ്പോഴാണ് പക്ഷേ ഡ്രോപ്പ് വന്നേക്കുന്നത്. ആമസോണിലൊക്കെ നമുക്ക് 24 എന്താ പറയുക
ഞാൻ കാണിച്ചു തരാം. ഇതാ 58 സംതിങ്ങിന് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഗോൾഡ് കളറൊക്കെ. ഇത് 128 GB വേരിയൻ്റ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞാൽ കണ്ടോ, ഓൾമോസ്റ്റ് ഒരു 58,700. അതിന് നമ്മൾ ഇപ്പോൾ ഒരു ആമസോൺ ICICI കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 3000 രൂപയുടെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 55 രൂപയ്ക്ക് കിട്ടും. അതാകുമ്പോൾ നമുക്ക് 256 GB വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു 50 രൂപയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു 40-48 ആ റേഞ്ചിലും കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 10,000 രൂപയുടെ താഴെ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ഡിവൈസ് വേണം, ഫാസ്റ്റർ എന്താ പറയുക ലോങ്ങർ പീരീഡ് ഓഫ് അപ്ഡേറ്റ് വേണം, അതുപോലെ തന്നെ എന്താ പറയുക ഡിസ്പ്ലേ ചെറുതായിട്ട് വലുത് വേണം, നല്ല ബ്രൈറ്റ്നസ് ആയിട്ട് ഔട്ട്ഡോർ. അത് വലിയ ഡിഫറൻസ് ഒന്നും അറിയില്ല കേട്ടോ, അത് വേറെ കാര്യം. ഔട്ട്ഡോർ ഡിസ്പ്ലിറ്റി കുറച്ച് കൂടുതൽ വേണമെന്നൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് S24 എടുക്കാം. അല്ലാത്ത പക്ഷം വാല്യൂ ഫോർ മണി വരുന്നത് S23 തന്നെയാണ് ഇപ്പോഴും. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുമ്പോൾ സംഭവം ഒന്നും ഒരു ഡിഫറൻസും വരുന്നില്ല. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം സെൽഫി ക്യാമറയിൽ. എന്നെ തന്നെ ഞാൻ സെൽഫി എടുത്ത് കാണിച്ചു തരാം. ആദ്യം ഞാൻ എൻ്റെ S23 എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പോസ് എടുക്കാം. ഇനി ഞാൻ നമ്മുടെ S24 എടുക്കുകയാണ്. അപ്പോൾ രണ്ടിലും ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ചെറിയ ഒരു കളർ ഡിഫറൻസ് ഉണ്ടെന്നല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാണ്ടോ. ഇത് S24 ആണ്, ഇത് S23. ചെറിയ ഒരു കളർ ഡിഫറൻസ് ഉണ്ടെന്നല്ലാണ്ട് വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് കമ്പാരിസൺ. ഇപ്പോഴും ഞാൻ പറയുന്നത് S23 തന്നെയാണ് നമുക്ക് ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടോ. ബൈ.